പുറപ്പാട് പുസ്തകം 38 അധ്യായം. അവൻ കഠിനമരം കൊണ്ട് യഹോവയാഗപീഠം ഉണ്ടാക്കി. അത് 5 മുഴം നീളവും 5 മുഴം വീതിയും ഇങ്ങനെ സമചതുരവും 3 മുഴം ഉയരവും ഉള്ളതായിരുന്നു. അതിൻ്റെ 4 കോണിലും 4 കൊമ്പ് ഉണ്ടാക്കി. കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു. താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു. ചട്ടി, ചട്ടുകം, കലശം, മുൾക്കൊളുത്ത്, തീക്കലശം ഇങ്ങനെ പീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കി. അവൻ യാഗപീഠത്തിന് വലംപണിയായ ഒരു താമ്രജാലം ഉണ്ടാക്കി. അത് താഴെ അതിൻ്റെ ചുറ്റുപടിക്ക് കീഴെ അതിൻ്റെ പാതിയോളം എത്തി. താമ്രജാലത്തിന് 4 അറ്റത്തു നിന്നും തണ്ട് ചെലുത്തുവാൻ 4 വളയം വാർത്തു. ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി. താമ്രം കൊണ്ട് പൊതിഞ്ഞു. യാഗപീഠം ചുമക്കേണ്ടതിന് അതിൻ്റെ പാർശ്വങ്ങളിലുള്ള വലയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി. യാഗപീഠം പലക കൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്ര കാലും ഉണ്ടാക്കി. അവൻ പ്രാകാരവും ഉണ്ടാക്കി. തെക്കുവശത്തെ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള 100 മുഴം മരശീല ഉണ്ടായിരുന്നു. അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും ചുറ്റുപടിയും വെള്ളിയായിരുന്നു. വടക്കുവശത്ത് 100 മുഴം മരശീലയും അതിൽ 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും ചുറ്റുപടികളും വെള്ളിയായിരുന്നു. പടിഞ്ഞാറ് വശത്ത് 50 മുഴം മരശീലയും അതിന് 10 തൂണും തൂണുകൾക്ക് 10 ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും ചുറ്റുപടിയും വെള്ളിയായിരുന്നു. കിഴക്ക് വശത്ത് മരശീല 50 മുഴം ആയിരുന്നു. വാതിലിൻ്റെ ഒരു വശത്ത് മരശീല 15 മുഴവും അതിൻ്റെ 3 തൂണും അവയ്ക്ക് 3 ചുവടും ഉണ്ടായിരുന്നു. മറ്റേ വശം അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രാകാരവാതിലിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും 15 മുഴം മരശീലയും അതിന് 3 തൂണും 3 ചുവടും ഉണ്ടായിരുന്നു. ചുറ്റുപ്രാകാരത്തിൻ്റെ മരശീല ഒക്കെയും പിരിച്ച പഞ്ഞിനീൽ കൊണ്ട് ആയിരുന്നു. തൂണുകൾക്കുള്ള ചുവട് താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്ത് ചുറ്റികപ്പടിയും വെള്ളി കൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിൻ്റെ തൂണുകൾ ഒക്കെയും വെള്ളി കൊണ്ടും ചുറ്റുപടികളൊക്കെയും ആയിരുന്നു. എന്നാൽ പ്രാകാരത്തിൻ്റെ മരശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ആയിരുന്നു. അതിൻ്റെ നീളം 20 മുഴവും അതിൻ്റെ ഉയരമായ വീതി പ്രാകാരത്തിൻ്റെ മരശീലയ്ക്ക് സമമായി 5 മുഴവും ആയിരുന്നു. അതിൻ്റെ തൂണ് 4 അവയുടെ ചുവട് 4 താമ്രമായിരുന്നു. കൊളുത്തും കുമിഴുകളും പൊതിയുന്ന തകിടും മേൽചുറ്റും പടികളും വെള്ളിയായിരുന്നു. തിരുനിവാസത്തിനും പ്രാകാരത്തിനും 4 പുറമുള്ള കുറ്റികൾ ഒക്കെയും താമ്രമായിരുന്നു. മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹരോൻ്റെ മകൻ ഈഥാമാർ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ, യഹൂദാ ഗോത്രത്തിൽ ഹൂദിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ മോശയ്ക്ക് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി. അവനോടുകൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ കൊത്തുപണിക്കാരനും കൗശലപ്പണിക്കാരനും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കുപ്രകാരം ആകെ 29 താലന്തും 730 ശെക്കേലും ആയിരുന്നു. സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 താലന്തും 1775 ശെക്കേലും ആയിരുന്നു. 20 വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട 6,03,000
550 പേരിൽ ഓരോരുത്തന് ഓരോ ബെക്ക വീതമായിരുന്നു. അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശെക്കേൽ ആകുന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ ചുവടുകളും മരശീലകളും ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് 1 താലന്ത് വീതം 100 ചുവടിന് 100 താലന്ത് വെള്ളി ചെലവായി. ശേഷിപ്പുള്ള 1775 ശേക്കേൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുകയും കുമിഴ് പൊതിയുകയും മേൽ ചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു. വഴിപാട് വന്ന താമ്രം 70 താലന്തും 2400 ശേക്കേലും ആയിരുന്നു. അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനുള്ള ചുവടുകളും താമ്രയാഗപീഠവും അതിൻ്റെ താമ്രജാലവും യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിൻ്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിൻ്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിൻ്റെ കുറ്റികളും ഉണ്ടാക്കി. ഇങ്ങനെ 38-ാം അധ്യായം അവസാനിക്കുന്നു.